2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വിശ്വാസം കാത്തു എന്ന പ്രമേയത്തെ ആധാരമാക്കിയാണ് ദൈവജനം സംസാരിപ്പാൻ കർത്താവ് എന്നോട് ഇടപെട്ട ദൂതുകൾ പറയുവാൻ ഞാൻ നിയോഗിതനാകുന്നത്. ധനനായ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനകളിൽ എനിക്ക് വളരെ ആവേശം തരുന്ന, എൻ്റെ വചന ശുശ്രൂഷകളിൽ വളരെ ആവേശം തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കൊലോസിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന്, ദൈവവചനത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്ന് ലഭിക്കേണ്ടതിന് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരാഗ്രഹത്തിനകത്ത് ബന്ധിതനായി കിടക്കുമ്പോഴും താൻ പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തോട്, സഭയോട് ആവശ്യപ്പെടുന്നത്, എൻ്റെ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടെനിക്ക് പുറത്തു വരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല, വചനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കേൾവിക്കാരായിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഒരു പ്രസംഗം കേട്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് തുറക്കപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, വചനത്തിൻ്റെ വാതിലുകൾ എവിടൊക്കെ തുറക്കപ്പെട്ടിട്ടുണ്ടോ, മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ അവിടെ സാധ്യമായിട്ടുണ്ട്. ഒരൊറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടേണ്ടതിന് സ്വർഗം ഇന്ന് ഇടയാക്കണം. വചനത്തിൻ്റെ വാതിൽ ഫിലിപ്പിയിൽ തുറക്കപ്പെട്ടപ്പോൾ ലുദിയയുടെ ഹൃദയത്തിൻ്റെ വാതിൽ മാത്രമല്ല തുറന്നത്, പട്ടണത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വാതിൽ കർത്താവ് തുറന്നു. ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുക മാത്രമല്ല സംഭവിച്ചത്, പട്ടണത്തെ അടക്കിഭരിച്ച് ജനത്തെ വശീകരിച്ച് പ്രവചന ദൂതുകൾ പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വെളിച്ചപ്പാടത്തിയുടെ ശുശ്രൂഷയുടെ വാതിൽ പട്ടണത്തിൽ അടയപ്പെട്ടു. കൃപ പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ദൈവവചനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടേണ്ട ചില അനുഗ്രഹത്തിൻ്റെ ജയത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുകയും അതിനെതിരെ തല ഉയർത്തി നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുടെ വാതിലുകൾ പട്ടണത്തിൽ അടയപ്പെടുകയും ചെയ്യും. നീ വന്നതുപോലെ മടങ്ങിപ്പോകണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു നിന്നെ നിറച്ചു വിടുവാൻ, നിനക്ക് സൗഖ്യം തന്നു വിടാൻ, നിന്റെ ബന്ധനം അഴിച്ചു വിടാൻ, നിന്റെ മനസ്സിനെ ബലപ്പെടുത്തി വിടാൻ, പുതിയ അഭിഷേകം തന്നു വിടാൻ ഈ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നാം ഒരുമിച്ച് കർത്താവിനെ ഉയർത്താൻ പോകുകയാണ്. നാം ഒരുമിച്ച് വചനത്തെ ഉയർത്താൻ പോകുകയാണ്. അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിനാൽ ക്രിസ്തീയ സഭയ്ക്ക് ലഭിച്ച 14ഓളം ലേഖനങ്ങളുണ്ട്. അതിൽ 3 ഇടയ ലേഖനങ്ങളാണ്. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന് എഴുതിയ ലേഖനങ്ങളും ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസ്റ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതലായി ദൈവസഭയിലെ അധ്യക്ഷന്മാരോടുള്ള ബന്ധത്തിൽ അവർ അറിഞ്ഞിരിക്കേണ്ട വിലയേറിയതും വിലപ്പെട്ടതുമായ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും ഈ ലേഖനത്തിൻ്റെ അകത്തെ ചിന്താവിഷയമാണ്. അപ്പോൾ തന്നെ പൊതുവായ നിലയിൽ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിലും പ്രത്യാശ നൽകുന്ന ഒട്ടനവധി ദൈവിക ബോധ്യങ്ങൾ ഈ തിരുവെഴുത്തിനകത്തുണ്ട് എന്നതുകൊണ്ട് ഇതിടയന്മാർക്ക് വേണ്ടി മാത്രമല്ല, പൊതുസമൂഹത്തിന് വേണ്ടി, പൊതുജനത്തിന് വേണ്ടി കൂടെ ഉള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ ദൈവജനം സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായ ശേഷം AD 62-64 കാലഘട്ടത്തിലാണ് താൻ എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. 2-ാമത്തെ ലേഖനം റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് AD 67 താൻ രക്തസാക്ഷിയാകുന്നതിന് മുൻപ് എഴുതിയ ലേഖനമാണ് എന്ന് വചനം വായിക്കുന്നവർക്ക് നന്നായി മനസ്സിലാകും. 1-ാമത്തെ ലേഖനം റോമൻ കാരാഗ്രഹത്തിൽ നിന്നും മോചിതനായ ശേഷം എഴുതിയതാണ്. 2-ാമത്തെ ലേഖനം ഇനി ഒരിക്കൽ പോലും ഞാൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനാകാൻ പോകുന്നില്ല എന്ന് അതിൻ്റെ പൂർണ്ണമായ അളവിൽ മനസ്സിലാക്കിയ ക്രിസ്തുഭട്ടൻ നമ്മൾ വായിച്ച 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ സന്ദേശം ലഭിക്കും. ഇനി ഒരിക്കലും ഞാൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല, പുറത്തു വരാൻ പോകുന്നില്ല. ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് സംഭവിക്കുകയില്ല.
എന്ന് തൻ്റെ നിര്യാണകാലത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ബോധ്യം വന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ അന്ത്യമൊഴികൾ, അന്ത്യവാക്യങ്ങളാണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സുവിശേഷ നിമിത്തം താൻ അനുഭവിച്ച പീഡനങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ മറ്റുള്ള അപ്പോസ്തലന്മാർ അനുഭവിക്കുന്നതിനേക്കാളും അതികഠിനമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന തൻ്റെ വാക്കുകളൊന്നും നിരാശ വരുത്തുന്ന വാക്കുകളായിരുന്നില്ല. യജമാനന്റെ പോർക്കളത്തിൽ പോരാടിയ ഒരു യുദ്ധവീരന്റെ സംതൃപ്തിയോടുകൂടെയാണ് ആ വാക്കുകൾ, ആ വചനഭാഗങ്ങൾ താൻ ഉദ്ധരിക്കുന്നത് എന്നത് ആ തിരുവെഴുത്ത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കാണും. എന്താണ് ആ തിരുവെഴുത്തിനകത്ത് വാക്യമായി നമ്മൾ വായിച്ചത്? ആ വചനഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ നൽകും. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, താനായിരിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ഇനി പുറത്തു വരില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ദൈവമനുഷ്യൻ പറയുന്ന വാക്കിനകത്തു മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യാശയുടെ വാക്കുകളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രതീക്ഷയുടെ 1% പോലും ക്രിസ്തുഭക്തന്റെ അകത്തില്ലെങ്കിലും ആ വചനം ആത്മാവിൽ വായിക്കുന്നവർക്ക് മനസ്സിലാകും. അതിനകത്ത് 100% പ്രത്യാശയുടെ വാക്കുകളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാ, പ്രതീക്ഷയ്ക്ക് 1% വക നിങ്ങളുടെ മുൻപിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ അധരത്തിൽ തരുന്ന വാക്കുകൾക്ക് 100% പ്രത്യാശയുണ്ടായിരിക്കണം. കൃപ പ്രാപിച്ച ദൈവമക്കൾ നിരാശപ്പെട്ടാൽ പിന്നെ ആരാ പ്രത്യാശയോടെ നിൽക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വെളിപ്പാട് അകത്തു കിട്ടിയ ദൈവമൈതലേ, നിന്റെ മുമ്പിൽ പ്രതീക്ഷയ്ക്കൊരു വകയും ഇല്ലായിരിക്കാം. പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ പ്രത്യാശയുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ, കേൾവിക്കാർക്ക് ധൈര്യം കൊടുക്കുന്ന വാക്കുകൾ ഇന്ന് പുറത്തു വരുന്നെങ്കിൽ നമ്മുടെ അകത്ത ദൈവകൃപ ഉണ്ടായെന്നത് സംശയമില്ലാത്തത് രാത്രി ഞാൻ ഓർപ്പിക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ എന്റെ അധരത്തിൽ വരുന്നു. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകത്തില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകത്തില്ല. ഈ പറയപ്പെട്ടതൊക്കെ സംഭവിക്കപ്പെട്ടാലും ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനെ നോക്കി അതിന്റെ പുറയിൽ അതിനെ കണ്ട് നിരാശനായിരിക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഷുഡ് നോട്ട് ബ്ലോസം എന്നാ കൊടുത്തിരിക്കുന്നേ. എന്ന് പറഞ്ഞാൽ അത്തിവൃക്ഷം തളിർക്കത്തില്ലെന്ന. ഞങ്ങൾ ദൈവദാസന്മാർ എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന ദൂതുകളാ പറയുന്നേ അല്ലേ. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ കാണുമ്പോൾ കാഴ്ചയിൽ തന്നെ മരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും അല്ല, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ അന്തരാത്മാവിൽ ഇടപെട്ടാലും ഒരിക്കലും അതിനകത്ത് നിൽക്കുന്നവരോടോ ആ വ്യക്തിയോടോ അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പറയുമോ? പറയത്തില്ല. പരിജ്ഞാനം അവിടെയാണ്. ഞങ്ങൾ പറയും വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ഒരു മാറ്റമുണ്ട്, വീണ്ടും ഒരു ഉയർപ്പുണ്ട്, വീണ്ടും ഒരു ശുശ്രൂഷയുണ്ട്, വീണ്ടും തലമുറകളുടെ നന്മകൾ കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പറയുന്നേ. പക്ഷെ ഹബക്കൂക്ക് പ്രവാചകന്റെ ദൂത് ഞങ്ങളുടെ ദൂത് പോലെയല്ല. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകത്തില്ല, ഗോശാലകളിൽ നിന്ന് കന്നുകാലികളും ആട്ടിൻകൂട്ടങ്ങളും എല്ലാം നശിച്ചു പോകും. ഇതൊക്കെ ഒരു ഭാഗത്ത് താൻ പറയുമ്പോഴും അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ വാക്കുകളെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും കിളിർക്കും. എന്തുകൊണ്ട് കിളിർക്കും?
വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കുമെന്ന് ഒരു വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെങ്കിൽ ഇന്ന് പറ, പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള ദൈവപൈതലാണോ നിങ്ങൾ? ഒരിക്കലും കിളിർക്കാതിരിക്കാൻ ശത്രു നിങ്ങളെ മൂടോടെ വെട്ടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, പ്രത്യാശയോടെ പറ, ഞാൻ വീണ്ടും കിളിർക്കും. എനിക്കൊരു കിളിർപ്പുണ്ട്. ഞാനിപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ താൻ ഒരു ബലിയായി അർപ്പിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. റോമൻ ചക്രവർത്തിയായ കൈസർ അല്ല തന്നെ കൊല്ലാൻ പോകുന്നത്, ക്രിസ്തുവിന് വേണ്ടി താൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു. കൈസറെ, നീ അല്ല ജയിക്കുന്നത്, എൻ്റെ യേശുവാ ജയിക്കുന്നത് എന്നാ അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. നിര്യാണമെന്ന വാക്കിന്റെ അർത്ഥം തുറമുഖത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു കപ്പലിന്റെ ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി വിശാലമായ സമുദ്രത്തിലേക്ക് വിടുന്നതിനെയാ അവൾ അതിനുപയോഗിക്കുന്ന പദമാണ് നിര്യാണമെന്ന പദം. എന്ന് പറഞ്ഞാൽ അവൾ താൻ ഇവിടം കൊണ്ട് ഒതുങ്ങുകയല്ല, ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ മോചിതനായി വിശാലമായൊരു മേഖലയിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് ക്രിസ്തുഭക്തൻ പ്രത്യാശയോട് പറയുന്ന ഭാഗമാണ്. ഞാൻ ആ ഭാഗങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഓരോ വാക്യങ്ങൾ അങ്ങനെ വായിച്ചു വരുമ്പോൾ വിശേഷമായ ബോധ്യങ്ങൾ ദൈവജനത്തിന് നൽകിത്തരുവാൻ എനിക്കുണ്ടെങ്കിലും സമയപരിധിയിൽ ഞാൻ അങ്ങനെ പോകുന്നില്ല. ആദ്യ വാക്യങ്ങൾ കഴിഞ്ഞ് അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ധനനായ പൗലോസ് അപ്പോസ്തലനെ നല്ലൊരു എഴുത്തുകാരനായിട്ടും നല്ലൊരു പ്രസംഗകനായിട്ടും ഒരു അപ്പോസ്തലനായിട്ടും പ്രവാചകനായിട്ടും ഉപദേഷ്ടാവായിട്ടും സുവിശേഷകനായിട്ടും ഇടയനായിട്ടുമൊക്കെ പൗലോസിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടാൻ കഴിയും. പക്ഷെ താൻ തന്നെ നോക്കി പറയുന്നത്, ഞാൻ നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു പ്രസംഗകൻ, 5 വിധ ശുശ്രൂഷകളും ഒരുപോലെ കൈകാര്യം ചെയ്തൊരു ദൈവമനുഷ്യനെന്നല്ല താൻ തന്നെ നോക്കി പറയുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് 3 വാക്കുകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാൻ പോകുകയാണ്. ഒന്ന്, താൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഐ ഹാവ് ഫൗട്ട് ദ ഗുഡ് ഫൈറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജയിച്ച പടയാളിയാണ് എന്ന് താൻ അവകാശപ്പെടുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ജയിച്ച ഒരു പടയാളിയാണ്. ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ് അല്ലെങ്കിൽ ദ റേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിജയിച്ച ഒരു ഓട്ടക്കാരനാണ് എന്ന് താൻ അവകാശപ്പെടുകയാണ്. മൂന്നാമത് പറയുന്നത് വിശ്വാസം കാത്തു, ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്, ഞാൻ ജയിച്ച ഒരു വിശ്വസ്ത കാര്യവിചാരകനാണ് താൻ എന്ന് താൻ അവകാശപ്പെടുകയാണ്. താൻ ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു വലിയ പ്രസംഗകനാണെന്നോ അപ്പോസ്തലനാണെന്നോ ഇടയനാണെന്നോ ഉപദേഷ്ടാവാണെന്നോ അഭിപ്രായപ്പെടുന്നതിനേക്കാൾ താൻ അഭിപ്രായപ്പെടുന്നത് ഞാൻ വിജയിച്ച ഒരു ഓട്ടക്കാരനാണ്, ഞാൻ വിജയിച്ച ഒരു പടയാളിയാണ്, ഞാൻ ജയിച്ച ഒരു വിശ്വസ്ത കാര്യവിചാരകനാണ്. അങ്ങനെ താൻ തന്നെ പരിചയപ്പെടുത്തുന്ന ശ്രേഷ്ഠകരമായ ആത്മീക പദവികളുടെ അലങ്കാരം ആ വാക്യങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്നു. ആ ഭാഗങ്ങൾ ഞാനൊന്ന് ആത്മാവിൽ വിലയിരുത്തിയപ്പോൾ, ഞാനിങ്ങനെ വാഹനം ഓടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കടന്നു വരുമ്പോൾ ഈ വചനങ്ങളെല്ലാം എൻ്റെ അന്തരാത്മാവിൽ ഇങ്ങനെ ആവർത്തിച്ചുരുവിട്ടുരുവിട്ട് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആ വചനത്തിനകത്തെല്ലാം ഒരു കംപ്ലീഷൻ ഉണ്ട്, ഒരു പൂർത്തീകരണമുണ്ട്. അതൊരു ദൂതായി നീ ജനത്തോട് വിളിച്ചു പറയണം. എന്താ അതിനകത്തുള്ള പൂർത്തീകരണം? ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൂർത്തീകരണമില്ലേ? അത് കേൾക്കുമ്പം തന്നെ കേൾവിയുടെ ധ്വനിക്കകത്ത് അങ്ങനെ ഒരു ധ്വനി നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൂർത്തീകരണമുണ്ട്. 2, ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൂർത്തീകരണമുണ്ട്. വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പൂർത്തീകരണമുണ്ട്. ഇന്ന് രാത്രിയിൽ 32 വർഷം ഏകദേശമാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലാണ് 32, 33, 34, 36 വർഷത്തിനകത്തുള്ള കണക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്കായി നൽകിയ ആ ദൈവത്തിൻ്റെ മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്,
തൻ്റെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ദിവസം മുതൽ, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, അവസാനത്തെ സെക്കൻഡ് വരെയും അതിശക്തമായ പോരാട്ടങ്ങളിലൂടെ ജീവിതയാത്ര, ആത്മീക യാത്ര, ശുശ്രൂഷ യാത്ര മുൻപോട്ട് കൊണ്ടുപോയൊരു മനുഷ്യനാ. എത്രയോ വേദഭാഗങ്ങൾ എനിക്ക് ഓർപ്പിക്കാനുണ്ട്, സമയചുരുത്തിൽ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം 40-ലധികം യഹൂദന്മാർ ഇവനെ കൊന്നുകളയുവോളം ഇനി തിന്നുകയുമില്ല കുടിക്കുകയുമില്ലെന്ന് പറഞ്ഞ് ഉപവാസമെടുത്ത രംഗമൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? എത്ര പ്രാവശ്യം ഈ മനുഷ്യനെ കാരാഗ്രഹത്തിലാക്കി, എത്ര പ്രാവശ്യം ഈ മനുഷ്യന് അടികൊണ്ടു. വ്യത്യസ്തമായ പല രോഗങ്ങളും ഈ മനുഷ്യന്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. തൻ്റെ ജഡത്തിലെ ശൂലമെന്ന് പറയുന്നത് അത് അസ്ഥിമാംസപേശികളുമായി ബന്ധപ്പെട്ട രോഗമായിരുന്നെന്ന്, അത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗമായിരുന്നെന്ന്, അത് ഉദരവുമായി ബന്ധപ്പെട്ട രോഗമായിരുന്നെന്ന് പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഒട്ടനവധി പൈശാചിക പോരാട്ടങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യനാ. ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തു എന്നുള്ള ആലങ്കാരിക പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാ. മൃഗയുദ്ധം എന്ന് അവിടെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് മാനുഷികമായൊരു മൃഗത്തോട് യുദ്ധം ചെയ്തു എന്നതിനേക്കാൾ ആ ദേശശക്തിയോടുള്ളൊരു ഫൈറ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാ. അങ്ങനെയുള്ള ഒട്ടനവധി ഫൈറ്റിങ്ങുകളിലൂടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോയ മനുഷ്യനെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നത്, എവിടൊക്കെയോ വെച്ച് ശുശ്രൂഷ അവസാനിച്ച് ശുശ്രൂഷയ്ക്ക് തിരശീലയിട്ട് ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാതെ എവിടൊക്കെയോ വെച്ച് അവസാനിക്കേണ്ട ദൈവമനുഷ്യൻ പറയുന്നു, അവൻ ലോകമേ, ജഡമേ, ദുഷ്ടപിശാചേ, രോഗമേ, പോരാട്ടമേ, അവൻ നിങ്ങളോട് പറയാൻ എനിക്കൊരു ദൂതുണ്ട്. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയുക, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചു തല ഉയർത്തി ഏത് വിധത്തിലും അതിനെ ഇല്ലാതാക്കണമെന്ന് ശത്രുലോകം മുഴുവനും വെല്ലുവിളിച്ചാലും ഇന്ന് ഉറപ്പിച്ചു പറ, പൗലോസിന്റെ ദൈവം എന്റെ ദൈവം കൂടെയാണെന്ന്. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരോട് ചോദിച്ചാൽ അഭിഷക്തന്മാർ പറയും, ശുശ്രൂഷ ഇന്നുവരെ എത്താതിരിക്കാൻ എത്ര പോരാട്ടങ്ങൾ അവിടെ മേൽ കടന്നു വന്നു. അവരുടെ പ്രാണന് വിരോധമായി മെഡിക്കൽ സയൻസ് ഇനി മുൻപോട്ട് പോകത്തില്ലെന്ന് വിധി എഴുതിയ എത്രയോ സമയങ്ങൾ കടന്നു വന്നു. പക്ഷെ തമ്പുരാൻ എന്നോട് ഒരു ദൂത് വിളിച്ചു പറയാൻ പറയുന്നു, അവൻ പൂർത്തീകരണത്തിന്റെ ദൈവമാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന. ആ പദം ഞാൻ ആത്മാവിൽ പറയട്ടെ. ഞാനതൊരു പ്രവചന ശബ്ദമായി ഇവിടെ ഞാനത് പ്രഖ്യാപിക്കുന്നു. കാര്യം എന്റെ യാത്രയിൽ മുഴുവനും ഞാൻ കേട്ട ഒരു പദമാണത്, പൂർത്തീകരണത്തിനെതിരെ. എവിടൊക്കെയോ ചിലത് ആരംഭിച്ചു വിശ്വാസത്താൽ, പക്ഷെ അത് പൂർത്തീകരിപ്പിക്കത്തില്ല. അതിന് മുൻപിട്ട് പ്രാണനെതിരെ വെല്ലുവിളിക്കുമെന്ന് അവൻ വാദിക്കുന്ന ചില അനർത്ഥത്തിന്റെ ശക്തികൾ വഴിയിൽ വെച്ച് തകർത്തു കളയാൻ അവൻ ഈ കൺവെൻഷൻ സമാപിക്കുന്നതിനകത്തു തന്നെ അനർത്ഥങ്ങളുടെ നിലവിളി ഉയർത്തി ചിതനെ ഹോസ്പിറ്റലിലേക്ക് വലിച്ചു കയറ്റാൻ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ അഭിഷക്ത ഗണത്തിൽ നിന്ന് ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറട്ടെ. ദൈവജനത്തിൽ ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറട്ടെ. ആ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞു. സംഹാരകം നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മതിൽ ഉയർത്തട്ടെ. എബ്രായ ലേഖനം 5:7 അവൻ യേശുവിന്റെ ഗെത്സമനയുടെ പ്രാർത്ഥനയുടെ ഒരു ചെറു വിശദീകരണം എബ്രായ ലേഖനം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അവൻ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് യേശു നിലവിളിച്ചു. വെളിപ്പാടൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള വചനമാ. പക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ദൂത് കയറി വരുന്നത് കൊണ്ട് ആത്മമണ്ഡലത്തിൽ നിന്ന് ചിലതിനെ വചനം വെച്ച് വെട്ടാൻ ദൈവം എൻ്റെ മേൽ അധികാരം തന്നിരിക്കുന്നതിനാൽ ആ വെളിപ്പാടിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയാ. ജയം വേണ്ടിവരുന്ന ഒരുമിച്ച് പോരാടാൻ തയ്യാറായിക്കോണം. ഗെത്സമനയിലെ യേശു കർത്താവിന്റെ പ്രാർത്ഥന നമുക്കെല്ലാം അറിയാം.
യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുകയാ, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് എന്ന് പറഞ്ഞാൽ അകത്തുണ്ടായ പ്രാണവേദന. അവൻ യേശു കർത്താവിന്റെ വിയർപ്പ് ഗ്രന്ഥികളെ പൊട്ടിച്ച് അകത്ത് നിന്ന് രക്തം വിയർപ്പ് ഗ്രന്ഥിയിലൂടെ പുറത്തു വന്ന സംഭവം നമുക്ക് സദയമാ. മാനസിക സംഘർഷം അതികഠിനമായി ഉണ്ടാകുമ്പോൾ അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും നമ്മുടെ ആരുടെ ജീവിതത്തിൽ ശരീരം മുറിഞ്ഞിട്ടല്ലാതെ മാനസിക സംഘർഷം കൊണ്ട് ഒരിറ്റ് രക്തം വിയർപ്പ് ഗ്രന്ഥി പൊട്ടി പുറത്തു വന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. എന്താ ഉദ്ദേശി അങ്ങനെ ഇതുവരെ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് നേരിട്ടതുപോലെ അതികഠിനമായ മാനസിക സംഘർഷം നമ്മൾ നേരിട്ടിട്ടില്ല. അതികഠിനമായ മാനസ സംഘർഷങ്ങൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതിനേക്കാൾ വലുതായി അനുഭവിച്ച ഒരു യേശുവിനെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട് സൗദി അറേബ്യയിൽ, ഒരു ബിസിനസ്സുകാരനാ. അവൻ പുള്ളിക്കാരനോട് പറയും, എൻ്റെ പാസ്റ്ററെ ഒത്തിരി പൈസ കിട്ടാനുണ്ട്, ഒത്തിരി ടെൻഷൻ കൂടുമ്പോൾ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കും. ഒന്ന്, നന്നായിട്ട് വിശക്കും, ഭയങ്കര വിശപ്പാണ്, എന്തും കഴിക്കാനുള്ള വിശപ്പാ ടെൻഷൻ കൂടുമ്പോ. പിന്നെ പുള്ളിക്കാരന് വരുന്നത് നന്നായിട്ട് ഉറങ്ങും. ഞാൻ പറഞ്ഞു, എനിക്ക് ടെൻഷൻ വന്നാൽ ഇത് രണ്ടും പോവും. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ടെൻഷൻ വന്നാൽ വിശപ്പും പോവും, ഉറക്കവും പോവും. പക്ഷെ അദ്ദേഹത്തിന് ടെൻഷൻ വരുമ്പോ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാ. അപ്പൊ നമ്മളാരും അനുഭവിക്കാത്ത, നേരിടാത്ത, കണ്ടിട്ടില്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ പോയ ഒരുവനുണ്ട്. അവനെയാ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് നിന്റെ മാനസിക സംഘർഷത്തെ നന്നായി അടുത്ത് കിടക്കുന്ന ഭർത്താവിനോ ഭാര്യയ്ക്കോ കേൾവിക്കാർക്കോ സഭാപാസ്റ്റർക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അരുമനാഥൻ രാത്രി ഉണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി. ഇവിടുത്തെ വിഷയം എന്താ? വിഷയം പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. ഇവിടുത്തെ വിഷയം യേശു കർത്താവ് ഇങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു അന്തരീക്ഷം തന്നെ മേൽ കടന്നു വരുമ്പോൾ, വിയർപ്പ് ഗ്രന്ഥികൾ പൊട്ടി രക്തത്തുള്ളികൾ പുറത്തേക്ക് പോകുമ്പോൾ, ഇവിടെ വെച്ച് താൻ മരണപ്പെട്ടാൽ, താൻ അവസാനിച്ചാൽ, തന്നിലൂടെ വെളിപ്പെടേണ്ട ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടത്തില്ല. തന്നിലൂടെ വെളിപ്പെടേണ്ട പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഗത്സമനയിൽ അവസാനിക്കുന്നതല്ല. ഗോൽഗോഥയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു ക്രൂശീകരണമുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽക്കീഴിലാക്കി ജയിക്കുന്ന ഒരു ജയമുണ്ട്. അതാണ് യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ദൗത്യത്തിന്റെ പൂർത്തീകരണം. യേശു കാനാവിൽ അത്ഭുതം ചെയ്തതോ, ഭൂമിയിൽ അത്ഭുതം ചെയ്തതോ, ബഥാനിയിൽ അത്ഭുതം ചെയ്തതോ ഒന്നുമല്ല. യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ മരണവിധം ശിഷ്യന്മാരെ യേശു അറിയിക്കുമ്പോൾ അതിനകത്ത് പത്രോസ് എന്ന ശിഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നിനക്കങ്ങനെ ഭവിക്കരുത്. എന്റെ ചിന്തയാണ്, യേശുവിന്റെ മരണവിധം കർത്താവ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം നോട്ട്ബുക്ക് എടുത്ത് അതൊക്കെ നോട്ടായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ, നോട്ടായി എഴുതാതെ ഹൃദയം തകർന്നൊരു മനുഷ്യൻ, കർത്താവേ ഗുരുനാഥ അങ്ങക്കിത് സംഭവിക്കല്ലേ എന്ന് പറയുന്നവനെ സാത്താനെ എന്ന് വിളിക്കുന്ന സംസ്കാരം എനിക്കറിയത്തില്ല എന്താണ്. നീയാണ് എൻ്റെ പകരക്കാരൻ എന്ന് പറയേണ്ട സ്ഥാനത്ത്, നിനക്ക് മാത്രമല്ല ഇത് കേട്ടപ്പോ വേദന ഉണ്ടായുള്ളൂ എന്ന് ചോദിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് ഈ സംസ്കാരം മനസ്സിലായില്ല. കർത്താവ് അവനെ നോക്കി പറയുക, സാത്താനെ എന്നെ വിട്ടു പോ. യേശുവിന് ഒരു കാര്യം മനസ്സിലായി, നേരിട്ട് വരാൻ പറ്റാത്ത ഇരുട്ടിന്റെ അധികാരങ്ങൾ,
കൂട്ടത്തിലുള്ളവന്റെ ഉള്ളറയിൽ കയറിയിട്ട് എന്നെ കുറിച്ചുള്ള ദൈവീക പദ്ധതിയെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ് അതിനെ ശാസിക്കുകയാണ്. ദൈവാത്മാവനോട് പറയുന്നു, അവൻ ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണങ്ങളെ ഏതു വിധത്തിലും കാറ്റിൽ പറത്താൻ, അതിനാരെയും കയ്യിലെടുക്കാൻ, അവൻ അകത്തുള്ളവനെ കിട്ടിയില്ലെങ്കിൽ പുറത്തുള്ളവനെ കിട്ടിയില്ലെങ്കിൽ അകത്തുള്ളവനെ, വീട്ടിനകത്തുള്ളവനെ, ഭർത്താവിനെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ ആരെയും കയ്യിലെടുക്കുവാൻ വെല്ലുവിളിക്കുന്ന ഒരു മേഖല ഇന്ന് വചനത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു കാരണവും കൂടാതെ ഭർത്താവ് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന, തലമുറകൾ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന, സഹോദരങ്ങൾ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ പോരാട്ട വലയത്തിനകത്ത് കടന്നു പോകുന്ന ആരൊക്കെയോ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ട്. സ്നേഹിത, ഒട്ടും ഭയപ്പെട്ടു പോകണ്ട. ഇത് ചില പദ്ധതികളുടെ പൂർത്തീകരണങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. നേരിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് വെള്ള ഷർട്ടും കറുത്ത പാന്റും കയ്യിൽ ബൈബിളും പിടിച്ച് അന്യഭാഷ പറയുന്നവരിലൂടെ അകത്തു കയറിയിരിക്കുകയാണ്. ഇന്ന് അതിനെ സ്വർഗം ശാസിച്ചു. യേശു അതിനെ ശാസിച്ചെങ്കിൽ ഇന്ന് അധികാരത്തിന്റെ ശാസന ആത്മാവിൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. വാക്കിന് വാക്കായി പോരാടാതെ, പ്രതികാര ദാഹത്തോടെ നിൽക്കാതെ, ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിനൊന്ന് ശാസിക്കാമെങ്കിൽ നിന്റെ വീടിനകത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നീ നേരിട്ട അസമാധാനത്തിന്റെ വേരിനെ സ്വർഗം പിഴുതുമാറ്റുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാ. ഈ ജനത്തിന്മേൽ ആ വചനത്തിന്റെ അതിശക്തമായ വിടുതൽ നടക്കട്ടെ. ഇത് പറയുമ്പോൾ തന്നെ സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ, അഭിഷക്ത ഗണത്തിന്മേൽ ശക്തമായൊരു ദൈവശക്തി. മരിക്കാൻ യേശുവിന് പേടിയില്ല. അവൻ മരിക്കാൻ വന്നവനാ. പക്ഷേ ഗെത്സമനിയിൽ മരിക്കാൻ പാടില്ല. ഞാൻ മരിക്കേണ്ട ഒരു കാലമുണ്ട്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണമെങ്കിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ യാത്രയിലാണെങ്കിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കും. പക്ഷെ എൻ്റെ മേൽ വെളിപ്പെടേണ്ട ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻപേ എനിക്കറിയത്തില്ല, ആ ദൂതനകത്ത് വീണ്ടും നിൽക്കാൻ ആത്മാവിനെ ശക്തമായി നിയോഗിക്കുന്നു. ഇവിടെ കുഞ്ഞിന്റെ കല്യാണം കാണുന്നല്ല വിഷയം, ഇവിടെ മക്കളുടെ യാത്ര കാണുന്നല്ല വിഷയം, ഇവിടെ തലമുറ എത്തിയിരിക്കുന്ന രാജ്യത്തിൽ എത്തുന്നതല്ല വിഷയം, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. മക്കളുടെ കല്യാണത്തെക്കാൾ, കുഞ്ഞുങ്ങളുടെ യാത്രയേക്കാൾ, അവർ എത്തിയ രാജ്യത്ത് എത്തുന്നതിനേക്കാൾ വലിയതാ. നിനക്ക് ജീവൻ തന്ന ഭൂമിയിലേക്ക് നിന്നെ വിട്ട് നിന്നെ ആത്മാവിൽ വിളിച്ചു വാതിരിച്ച എന്റെ കർത്താവിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത യേശു കർത്താവ് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഒരു കാര്യം ചെയ്തു. പുത്രനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ എന്തിനാ ഇറങ്ങിയെന്നറിയാമോ? പൂർത്തീകരണത്തിനെതിരെ ഉയർന്നു വന്ന ആ മരണശക്തിയെ വെട്ടാനാ ആ ദൂതൻ ഇറങ്ങിയത്. ചില മരണദൂതനെ വെട്ടാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുക, ആ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അതിൽ പറയുന്ന 3 വിഷയങ്ങളും വളരെ ആധികാരികതയുള്ളതാണെങ്കിലും ഇന്ന് പറയാൻ ദൈവം എന്നെ നിയോഗിച്ച ഭാഗം, ഞാൻ വിശ്വാസം കാത്തു. ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. വളരെ ലളിതമായ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയുന്ന വാക്യത്തിനകത്തുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പകരത്തിന് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എനിക്ക് ലഭിച്ച എൻ്റെ വിശ്വാസത്തെ കാത്തു. അത് മറ്റൊരാൾക്ക് പകരം ചെയ്യാൻ സാധ്യമല്ല. പല വേദഭാഗങ്ങളും ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ സമയ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു പോയിക്കൊള്ളാം. 1 തിമോഥെയോസ് 5:12 ഇങ്ങനെ പറയുന്നു, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവധിയുണ്ട്. യൂദ 1:3 പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എബ്രായർ 3:12 വായിക്കുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. 3:14 പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ.
എബ്രായർ 3:19 പറയുന്നു, ഇങ്ങനെ ആ അവിശ്വാസം നിമിത്തം അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എത്ര വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനകത്തെല്ലാം വിശ്വാസത്തെ സൂക്ഷിക്കുക, വിശ്വാസത്തെ കാക്കുക എന്ന പ്രമേയത്തിന്റെ ആവശ്യകത വിശദീകരണം കൂടാതെ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ കാക്കപ്പെടേണ്ടതൊന്നാണ് അവിശ്വാസം. നമുക്കറിയാം, ഒരു ബാങ്കിന്റെ മുൻപിൽ കാവൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ജുവലറിയുടെ മുമ്പിൽ കാവൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്തോ വിലപ്പെട്ടത് അതിനകത്തുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കാവൽ, ഒരു കാക്കുക എന്നൊരവസ്ഥ ഉണ്ടാകേണ്ടി വരുന്നത് എന്നത് കേൾക്കുമ്പം തന്നെ മനസ്സിലാകും. പുറത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും പേഴ്സും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ചു നോക്കും അത് അവിടെ ഉണ്ടോന്ന്, അല്ലേ? നമ്മൾ അറിയാത്ത ഒരു കാവൽ, ഒരു ശ്രദ്ധ നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ ടേബിളിൽ ഈ മൊബൈലും പേഴ്സും കൊണ്ടുവച്ചാൽ പുറത്തിറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചതുപോലെയോ കാട്ടതുപോലെയോ ഞാനതിനെ കാക്കാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയില്ല. ഒരു മോഷണം ചെയ്യാൻ ഒരു വ്യക്തി എന്റെ വീട്ടിനകത്തില്ല എന്നതിനാൽ എനിക്കതിനെ കാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണേ, അപഹരിക്കപ്പെട്ടു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ആ വിഷയം എന്നതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ വിശ്വാസം എന്ത് ചെയ്തു? കാത്തു. അത് അപഹരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. തിമോഥെയോസിന് തന്നെ താൻ ലേഖനം എഴുതുമ്പോൾ തന്റെ മിച്ചപുത്രനോട് താൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. 1 തിമോഥെയോസ് 1:18 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്കേൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അടുത്ത പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനകത്തൊരു ഭാഗം എന്നെ വല്ലാതെ സ്വാധീനിച്ചു പ്രിയരെ. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണത്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. വിശ്വാസ ജീവിതം, വിശ്വാസ യാത്ര, ഇതിനെ പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുന്നത് ഒരു കപ്പൽ യാത്രയോട് ഉപമിച്ച, ലളിതമായ ഭാഷയിൽ പറയാം, ഈ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന പല യാത്രാ സംവിധാനങ്ങളുമുണ്ട്. അതിലൊന്നാണ് എന്ത്? കപ്പൽ എന്ന് പറയുന്നത്. പിന്നീട് വള്ളം വെള്ളത്തിലൂടെ എന്ത് ചെയ്യുന്നതാ? യാത്ര ചെയ്യുന്നതാ. ചെറിയ ബോട്ടുകൾ വെള്ളത്തിലൂടെ എന്ത് ചെയ്യുന്നതാ? യാത്ര ചെയ്യുന്നതാ. യേശുവിന്റെ കാലത്ത് പടകും, യേശുവിന്റെ കാലത്ത് വള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. പൗലോസിന്റെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് ഇതെഴുതിയപ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കപ്പലിനോട് ഉപമിക്കാതെ വെള്ളത്തിനകത്തൂടെ യാത്ര ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു സംവിധാനത്തോട് ഉപമിക്കാമായിരുന്നല്ലോ. ഒരു വള്ളത്തോട് ഉപമിക്കാമായിരുന്നു. ഒരു ചെറു പടകിനോടോ ഒരു ചെറു ബോട്ടിനോടോ ഉപമിക്കാമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും ഉപയോഗിക്കാതെ ഒരു ലക്ഷ്യസ്ഥാനം നോക്കി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമായ കപ്പലിനോട് ട്രോളിംഗ് നിരോധനം വന്നാൽ ഒരുപക്ഷെ ചെറുവള്ളങ്ങളും ബോട്ടുകളും കരയിലിരിക്കും. പക്ഷെ ആ നിരോധനത്തിലും കാലാവസ്ഥകളെ പ്രതികൂലമായി നോക്കാതെ കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചോണ്ടിരിക്കും. 10,000 കൊണ്ടുപോകാൻ, 1000 കൊണ്ടുപോകാൻ, 1000കണക്കിന് ടണ്ണ് ഭാരം ചുമന്നു കൊണ്ടുപോകാൻ കരുത്തുള്ള കപ്പലുകൾ ഉണ്ടെന്ന് നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. ദൈവമക്കൾ ഓർത്തോണേ, എന്തുകൊണ്ടാ വിശ്വാസത്തെ അപഹരിക്കാൻ,
വിശ്വാസത്തെ തകർക്കാൻ ഇത്ര ശക്തമായ പോരാട്ടങ്ങൾ ഒരു ദൈവ പൈതലിന്റെ വിശ്വാസ യാത്രക്കെതിരെ ഉയരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം മറ്റൊന്നുമല്ല, വിളി വ്യത്യാസമാ. ഒരു വള്ളത്തിന്റെ വിളി അല്ല നിന്റെ മേൽ കിടക്കുന്നേ, ഒരു ബോട്ടിന്റെ വിളി അല്ല നിന്റെ മേൽ കിടക്കുന്നേ. കിലോമീറ്ററുകൾ താണ്ടാൻ, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് എത്താൻ, ആയിരക്കണക്കിന് ആൾക്കാരെ അക്കരെ എത്തിക്കാൻ, ടൺ കണക്കിന് ഭാരങ്ങളെ ചുമക്കാനുള്ള ഒരു വലിയ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരാണ് വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ മക്കൾ. ആ വിളിയുള്ള നീ ചെറിയ തിരമാല കണ്ട് കരയിൽ കേറത്തില്ല, ചെറിയ കാറ്റ് കണ്ട് കരയിൽ കേറത്തില്ല. ഗവൺമെന്റിന്റെ നിരോധന ആജ്ഞ നിനക്ക് വിഷയമല്ല. കോവിഡൊക്കെ കഴിഞ്ഞു, ഒത്തിരി സന്തോഷം നമ്മൾ അനുഭവിച്ചു. ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കോവിഡിന്റെ മറവിൽ എത്ര പേർ പിന്മാറ്റത്തിലേക്ക് പോയെന്നറിയോ? ശുശ്രൂഷ നിർത്തി പോയെന്നറിയോ? ആത്മീക അധപതനത്തിലേക്ക് പോയെന്നറിയോ? ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു കാര്യം ഞാൻ അങ്ങ് ഓർക്കുക. തന്നോട് തന്റെ ചർച്ചിൽ ഒരു വിശ്വാസി പറഞ്ഞു, പാസ്റ്ററേ, മാസങ്ങളായല്ലോ നമ്മൾ ഒരുമിച്ച് കൂടി ഒന്ന് ആരാധിച്ചിട്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാപിച്ച് അന്യഭാഷ മറന്നുപോയെന്ന്. കോവിഡ് സമയത്ത് അന്യഭാഷ മറന്നുപോയതിനകത്തുണ്ടോ? കോവിഡ് അല്ല, അതിനേക്കാൾ വലിയത് വരും. പ്രതികൂലങ്ങൾ എത്ര ശക്തമായി ഉയർന്നാലും അതിന്റെ നടുവിൽ കരയിൽ കയറി ഒതുങ്ങുന്നവനല്ല വിശ്വാസ കപ്പൽ എന്ന് പറയുന്നത്. അതിനെയെല്ലാം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് രാത്രി വിളി തിരിച്ചറിഞ്ഞോണം. നമ്മുടെ മേൽ കിടക്കുന്ന വിളി ഒരു സാധാരണ വിളിയല്ല. എങ്ങനാ വിശ്വാസ കപ്പൽ തകർന്നു പോയേ? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്ന അവിടെ കൊടുത്തിരിക്കുന്നേ. അപേത്യോ എന്ന ഒരു മൂലഭാഷയാ അതിനകത്ത് കൊടുത്തിരിക്കുന്നേ. എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിന്റെ അർത്ഥം. ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയപ്പോൾ വിശ്വാസ കപ്പൽ തകരും. പണത്തെ ആശ്രയിക്കല്ലേ. പണമല്ല ദൈവം, സ്ഥാനമല്ല ദൈവം, വിദ്യാഭ്യാസമല്ല ദൈവം, കുടുംബശ്രേഷ്ഠതയല്ല ദൈവം. ദൈവം ദൈവം മാത്രമാണ്. എന്താ 21-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് സംഭവിച്ച്? ദൈവാശ്രയം കുറഞ്ഞു, മറ്റു പലതിലേക്കും ആശ്രയമുണ്ടായി. ഞാൻ സുവിശേഷ വേലയിൽ 3-ാം തലമുറയാ. എന്നെ അറിയാകുന്ന, എൻ്റെ പിതാവിനെ അറിയാകുന്ന, എൻ്റെ വല്യപ്പച്ചനെ അറിയാകുന്ന ദൈവദാസന്മാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രിയരെ, ഞാൻ ഈ ചെറിയ പ്രായത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വേദനയോ പ്രയാസമോ ഒരു വീട്ടിനകത്തുണ്ടായാൽ അവരാദ്യം ഓടി വരുന്നത് ഫെയ്ത്ത് ഹോമിലേക്ക്. ഞങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ അർത്ഥം. പെയ്ത്തോം 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 എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെയ്ത്തോം പെയ്ത്തോം നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാനൊക്കെ എങ്ങനെയായിരുന്നു. പിന്നീട് മനസ്സിലായി പെയ്ത്തോം അല്ല, ഫെയ്ത്ത് ഹോം ആണെന്ന്. രക്തത്തെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇതിനകത്തോട്ട് ചിരിക്കുന്നുണ്ട്. വാസ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ പറയുന്നത്. ഫെയ്ത്ത് ഹോം എന്നാ. അന്നെന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ഓടി എങ്ങോട്ടാ വരുന്നേ? ഫെയ്ത്ത് ഹോമിലോട്ടാ വരുന്നത്. രോഗം വന്നാൽ ഫെയ്ത്ത് ഹോമിലോട്ടാ വരുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഫെയ്ത്ത് ഹോമിലോട്ടാ വരുന്നത്. കാര്യം എന്താണെന്നറിയാമോ? അന്ന് ആശ്രയിക്കാൻ ദൈവമല്ലാതെ നേരെ കഴിക്കാൻ അവൻ നിവർത്തിയില്ലാതിരിക്കുമ്പോഴാണോ ബിലിവേഴ്സിൽ പോന്നേ? നേരെ കഴിക്കാൻ നിവർത്തിയില്ലാതിരിക്കുമ്പോഴാണ് കിംസിൽ പോന്നേ. അന്ന് ബിലിവേഴ്സും കിംസും ഒന്നുമില്ല. അന്നുള്ള ഹോസ്പിറ്റലിൽ എനിക്ക് അറിയാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ദൈവദാസന്മാരായ ഞങ്ങളെ വിശ്വാസികൾ പുതിയൊരു ശുശ്രൂഷ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? വിദേശ രാജ്യങ്ങളിൽ പ്രാർത്ഥിച്ചു വിടുന്നത് പോലെ ഞങ്ങളോട് പറയും, പാസ്റ്റർ കൃത്യം 7 മണിക്ക് തന്നെ പാസ്റ്റർ കുടുംബമായിട്ട് വരണം. എന്തിനാ? ഞങ്ങളെ പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ പറ്റുമെങ്കിൽ ഹോസ്പിറ്റലും കൂടെ ഒന്ന് വന്നാ കൊള്ളാം. വിശ്വാസി, ആ പറയുന്ന സമയം കൊണ്ട് അഭിഷക്തനെ തലയിലേക്ക് കൈയൊന്ന് വെച്ച് എൻ്റെ ഈ രോഗത്തെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന വിശ്വാസമുള്ള എത്ര പേരുന്ന് രാത്രിയിലുണ്ട്? അതെങ്ങനെ സമയമില്ലല്ലോ. 12:55 എന്നറിയുമ്പോ ആമേൻ കർത്താവേ വേഗം വരണേന്ന് പറയുന്ന ആശീർവാദത്തിന്റെ അവസാനത്തെ വാക്ക് കാറേ കയറി സ്റ്റാർട്ട് ബട്ടണിൽ കൈവച്ചാ പറയുന്നേ, ആമേൻ കർത്താവേ വേഗം വരണേന്ന്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. കൃത്യസമയത്ത് ആരാധന നിർത്തിയിട്ട് പുറത്തിറങ്ങി പിന്നെ ഒരു 1/2 മണിക്കൂർ വാചകടി. കൃത്യസമയത്ത് തീർന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ഉറപ്പാ.
പുറത്തോട്ടിറങ്ങി എത്ര മിനിറ്റ് വേണമെങ്കിലും വാചകം അടിക്കാം. ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ഒരു പിതാക്കന്മാരുടെ കാലഘട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെന്ന് അതിലേക്കൊന്ന് മടങ്ങി വരാൻ ആഗ്രഹിച്ചാൽ ആ നഷ്ടപ്പെട്ടു പോയ അത്ഭുതങ്ങളുടെ പരമ്പര ഇന്നും നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. കൊട്ടാരക്കരയിൽ ഓടനാവട്ടത്തെ എൻ്റെ ചർച്ച് വളരെ സാധാരണക്കാർ, അവിടെയുള്ള വിശ്വാസികൾ. ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 5 മണിയോളം ആകും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലാതെ ആശ്രയിക്കാൻ വേറെ വഴിയുള്ള ആൾക്കാരല്ല 99% അതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് ഈ ആഴ്ച പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ മിനി ജോൺ ബാസിന്റെ കൃപ പോയെന്ന് പറഞ്ഞ് പോകത്തില്ല. അടുത്ത ആഴ്ചയിലും ഒന്ന് പ്രാർത്ഥിക്കും. മാസങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചവരെ എനിക്കറിയാം. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കും. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ ദൈവം അവരുടെ നടുവിൽ അസാധാരണമായി ഉപയോഗിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്താ കാര്യം? തമ്പുരാൻ പറഞ്ഞു, മോനെ, അവൻ നിന്റെ മേൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടല്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാള് ഇതിനകത്തുണ്ടെങ്കിൽ ഡോക്ടർമാർ കൈവയ്ക്കാതെ, വൈദ്യശാസ്ത്രത്തിന്റെ കരം വയ്പില്ലാതെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ശക്തമായ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെട്ടു വരും. പല വിശ്വാസികൾക്കും പറയുന്നതിൽ ക്ഷമിക്കണം, നല്ലതാണ് അതൊക്കെ. പല ഹോസ്പിറ്റലുമായിട്ട് നല്ല പാർട്ണർഷിപ്പ് ഉള്ളവരാണ്, ഷെയർ ഉള്ളവരാണ്. അത്രയും ഹോസ്പിറ്റലുമായിട്ട് അടുപ്പമുണ്ട്. മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ മിക്ക വീട്ടിലും ഒരു ഡോക്ടർ പോലും ഇല്ലാത്തവര് ഇല്ല. ഇതൊക്കെ തെറ്റൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം അങ്ങോട്ട് കൂടിയപ്പോൾ എന്തോ കുറഞ്ഞു. ദൈവാശ്രയം കുറഞ്ഞു. ദൈവാശ്രയം കുറഞ്ഞാൽ വിശ്വാസ കപ്പൽ തകരും. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അണലി കടിച്ചപ്പോഴും എണ്ണ പൂശി പ്രാർത്ഥിച്ച് അതിന്റെ വിഷാംശം ശരീരത്തിൽ നിന്ന് ഇറങ്ങി സൗഖ്യം പ്രാപിച്ച സാക്ഷ്യങ്ങൾ ആവേശത്തോടെ അഭിഷക്തന്മാർ പറയുമ്പോൾ നമ്മൾ കൈയടിച്ച് ആമേൻ പറയുമെങ്കിൽ വിളിച്ചു പറ, ദൈവമേ, ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അങ്ങയുടെ പ്രവൃത്തികളെ ഒന്ന് ആവർത്തിക്കണമേ എന്ന് ഒരാവർത്തന പ്രാർത്ഥനയ്ക്ക് എത്ര പേർ തയ്യാറാകും? എനിക്ക് ആ അത്ഭുതങ്ങളൊന്ന് കാണണം, എൻ്റെ തലമുറയിൽ അതൊന്ന് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് പറ. നീ ഒന്ന് വിശ്വസിക്ക. പണം അവിടെ കിടക്കട്ടെ, പ്രതാപം അവിടെ കിടക്കട്ടെ, രാഷ്ട്രീയ സ്വാധീനം അവിടെ കിടക്കട്ടെ, ദൈവത്തെ ഒന്ന് ആശ്രയിക്ക. ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ നഗ്നനായെന്നുള്ള ബോധ്യം വന്നപ്പോ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരുന്നവൻ ദൈവാശ്രയം വിട്ടിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ അത്തിയെയും അത്തിയലയെയും ആശ്രയിച്ചു. പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അവിടെ തുടങ്ങിയതാ ഈ പോരാട്ടം. ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ ദൈവ സൃഷ്ടിയെ ആശ്രയിച്ചു. ദൈവത്തിന് പകരമല്ല ദൈവം സൃഷ്ടിച്ചതൊന്നും. ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ ദൈവ സൃഷ്ടിയെ ആശ്രയിച്ചു. കുഴപ്പമില്ല, നഗ്നത മറയ്ക്കാൻ അത്തിയല മതിയായതാണ് എന്ന് പറഞ്ഞ് അത്തിയല കൊണ്ട് അരയാടയൊക്കെ ഉണ്ടാക്കി അവർ നഗ്നത മറക്കാൻ ശ്രമിച്ചെങ്കിലും മിനിറ്റുകൾ നീണ്ടു നിന്നില്ല. അതിശക്തമായ വെയിലിന്റെ പ്രകാശത്തിൽ അത്തിയല വാടിപ്പോയപ്പോ തമ്പുരാൻ പറഞ്ഞു, ഞാനൊരു സംവിധാനം ചെയ്യാം, തോലുകൊണ്ട് ഞാൻ ഉടുപ്പ് തരാം. മാനുഷിക ആശ്രയങ്ങളെല്ലാം തകരുമ്പോൾ ദൈവാശ്രയത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈദ്യന് ഇന്ന് രാത്രിയിൽ പറയാൻ പറ്റും, എന്റെ വിശ്വാസ കപ്പൽ തകരത്തില്ല. പത്രോസ് വെള്ളത്തിൽ താണുപോയത് വെള്ളത്തിന്റെ ശക്തി കൊണ്ടാണോ? അല്ല, വിശ്വാസ കപ്പൽ തകർന്നതുകൊണ്ടാണ്. കാര്യം, ഇപ്പോൾ പത്രോസ് താണുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിന്റെ പുറത്തുകൂടല്ലേ ചില സെക്കൻഡുകൾക്ക് മുമ്പിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ കാലെടുത്ത് വെച്ച് പത്രോസ് നടന്നത്. കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് മുമ്പ് താൻ ജയിച്ചു നിന്ന അതേ വെള്ളത്തിൽ പത്രോസ് താഴാൻ തുടങ്ങിയത് വെള്ളത്തിന് അമാനുഷികമായൊരു ശക്തി കിട്ടിയത് കൊണ്ടല്ല, പിന്നെയോ പത്രോസിന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ ചോർച്ച വന്നതുകൊണ്ടാ. പിശാചിന്റെ ശക്തി കൂടിയതൊന്നുമല്ല കുഞ്ഞെ. നിന്റെ പരാജയത്തിന് കാരണം അവൻ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയിൽ തന്നെ അവൻ പോരാടുന്നത്. പക്ഷെ ഒരു ദൈവ പൈതലോ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നവനാണ്. നമ്മുടെ ശക്തിയുടെ പരാജയമാണ് പലതിലും താഴേക്ക് പോകുവാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അപകരിക്കുന്ന മേഖലകളിൽ നിന്ന്
വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അതിനെ കാക്കുവാനുള്ളൊരു ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസിന്റെ ഫെയ്ത്തിനെതിരെ അതിശക്തമായ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞാൽ പൗലോസിന്റെ വിശ്വാസത്തിനെതിരെ അതിശക്തമായ പോരാട്ടമുണ്ടായിരുന്നു എന്നത് ഇതേ ലേഖനത്തിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാക്കി പോകാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടെ വിഷയം വ്യക്തമാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഞാൻ ആ വാക്യം ഒന്ന് കൂട്ടിച്ചേർത്ത് പറയട്ടെ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി, എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസം അപഹരിക്കപ്പെട്ടു പോകുന്ന പോരാട്ടത്തിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. പൗലോസിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത നിലയില്ല. ദേമാസ് തൻ്റെ കൂട്ടുപ്രവർത്തകനായ, തൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കേണ്ട ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. കാര്യം ദേമാസ് നോക്കിയപ്പോൾ കൂടുതൽ സമയവും തൻ്റെ സീനിയർ പാസ്റ്റർ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, കൂടുതൽ സമയവും അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന പൗലോസിന്റെ കൂടെ നടന്നാൽ ലൗകികമായതൊന്നും എനിക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്നും മനസ്സിലാക്കിയിട്ടാകാം അവൻ ദേമാസ് എന്ത് ചെയ്തത്. അവൻ പൗലോസിനെ വിട്ട് ലോകത്തെ സ്നേഹിച്ച് കടന്നു പോയത്. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, അവൻ കൂടെ നിന്ന പല ദേമാസുമാരും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നവർ നാളെ കൃപയിൽ നിന്ന് വീഴുന്നെന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിയ പിശാച് മുമ്പിൽ നിൽക്കുന്നവനെ ഒതുക്കുവാൻ ചെയ്യേണ്ട എല്ലാ പദ്ധതികളും ചെയ്യുന്നുണ്ട്. പക്ഷെ വിശ്വാസിയെ, പ്രസംഗിക്കുന്ന ഞാൻ വീണാലും, നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ പരാജയപ്പെട്ടാലും നിങ്ങൾ പറയണം, അവരുമായിട്ടുള്ള ബന്ധത്തിലല്ല എൻ്റെ ഫെയ്ത്ത് ഇരിക്കുന്നത്. ഏതൊക്കെ ദേവാസുമാർ, ഏതൊക്കെ കൃപയിൽ നിന്ന് വീടാളും, ഞാൻ എൻ്റെ വിശ്വാസം കാക്കും. തിരുവെടുത്ത് പറയുന്നത് പോലെ ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറും. അതൊരു സത്യമായ കാര്യമാണ്. ഇടയൻ വെട്ടേൽക്കപ്പെട്ടാൽ ആടുകൾ ചിതറും. പക്ഷേ ഏതു ദേമാസുമാർ എവിടൊക്കെ തോറ്റുപോയാലും പൗലോസ് പറഞ്ഞതൊന്ന് രാത്രി ഉയർത്തിപ്പിടിച്ചു പറയണം, ദേമാസേ പോകുന്നെങ്കിൽ പൊയ്ക്കോ, അല്പം വേദന എനിക്കൊണ്ട് മാനുഷികമായി, പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം കാക്കും. 2 തിമോഥെയോസ് 4:13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ട്രോവാസിൽ കർപ്പോസിന്റെ മക്കൾ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിതുകം നീ വരുമ്പോൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇപ്പോൾ താനായിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ഒരു പുതപ്പ് പോലും കയ്യിലില്ലാത്ത ഒരവസ്ഥയിലാ താൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എല്ലാം ഉള്ളവൻ ഇപ്പോൾ ഒരു ബിഗ് സീറോ പോലെ ഒരു വലിയ ശൂന്യതയ്ക്കകത്ത് ഈ മനുഷ്യൻ നിൽക്കുമ്പോഴും ഞാൻ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുകയാ. ഒരു പുതപ്പ് പോലും കയ്യിലെടുക്കാനില്ലാത്ത ഏറ്റവും വലിയ സീറോയ്ക്കകത്ത് ഈ മനുഷ്യൻ നിൽക്കുമ്പോഴും താൻ പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാക്കും. ഉള്ളപ്പോൾ മാത്രമല്ല, ഇല്ലാതെ വരുമ്പോഴും, ശൂന്യതയിൽ വരുമ്പോഴും, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭൗതിക തലങ്ങൾ മാറ്റം മറിച്ചാലും ഇന്ന് രാത്രി പറയണോ, പുതപ്പല്ല എൻ്റെ വിഷയോ, ഞാൻ എൻ്റെ വിശ്വാസം കാക്കൂ. 2 തിമോഥെയോസ് 4:16 ഇങ്ങനെ പറയുന്നു, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. നേരത്തെ ദേമാസ് മാത്രമായി പോയതെങ്കിൽ ഇപ്പോൾ പറയുന്നത് ദേമാസ് മാത്രമല്ല, എല്ലാവരും എന്നെ കൈവിട്ടു. എന്നിലൂടെ വിശ്വാസത്തിൽ വന്നവരതിനകത്ത് കാണാം, ഞാൻ സ്നാനപ്പെടുത്തിയവരതിനകത്ത് കാണാം, എൻ്റെ ശുശ്രൂഷയെ അനുഭവിച്ചവരകത്ത് കാണാം. തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ താൻ എത്തിയപ്പോഴും താൻ പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു.
കുടുംബത്തിനകത്തും രക്തബന്ധങ്ങളുടെ നടുവിലും സഭാബന്ധങ്ങളിലും ശുശ്രൂഷകളിലും എല്ലാവരാലും ഒറ്റപ്പെടുന്ന സാഹചര്യം വരട്ടെ. ഇന്ന് രാത്രിയിൽ കരമുയർത്തി വിളിച്ചു പറയണം, ഞാൻ അതിൻ്റെ നടുവിലും എൻ്റെ വിശ്വാസം കാക്കൂ. 2 തിമോത്തിയോസ് 4:20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു, ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നു. ഹൃദയവേദനയോടെ താൻ പറയുകയാ, ഞാൻ ത്രോഫിമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ റൂമാൽ കൊണ്ടിട്ടാൽ സൗഖ്യം വെളിപ്പെടത്തക്ക നിലയിലുള്ള രോഗശാന്തിയുടെ ആഴമേറിയ തലങ്ങൾ നിലനിന്ന പൗലോസ് പറയുന്നു, ത്രോഫിമോസിനെ ഞാൻ സൗഖ്യമാക്കിയെന്നല്ല, രോഗിയായി വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല? രോഗസൗഖ്യം കിട്ടിയില്ല. ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും, അടുത്ത ആഴ്ച കിട്ടിയില്ലെങ്കിലും, അടുത്ത വർഷം കിട്ടിയില്ലെങ്കിലും, 10 വർഷം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥനയുടെ മറുപടിയല്ല എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതിന്റെ നടുവിലും ഞാൻ എന്റെ വിശ്വാസം കാക്കും. 75-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത വാഗ്ദത്തമാകുന്ന തലമുറയുടെ വിഷയത്തിൽ അബ്രഹാം പ്രാർത്ഥിച്ചു തുടങ്ങിയെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. വർഷങ്ങൾ ഓരോന്നും മുൻപോട്ട് പോയി. സർവശക്തനായ ദൈവം അബ്രാമിന്റെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ തന്റെ പ്രായം 99. 75-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിന്റെ തീഷ്ണതയിലെ ഒരാവേശമുണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ നമുക്കൊക്കെ ഒരു ആവേശമുണ്ട് അല്ലേ? ആരാധിക്കാനും ദൈവത്തിന് കൊടുക്കാനും ദൈവദാസന്മാർക്ക് കൊടുക്കാനും ഒക്കെ ഒരാവേശമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ആവേശത്തിൽ ചായ ഇട്ടങ്ങ് കൊടുക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചോദിക്കും, പാസ്റ്ററെ കുടിച്ചിട്ടാണോ വന്ന ചോറ് വിളമ്പി അങ്ങ് വെച്ച് കഴിപ്പിച്ചു വിടുകയായിരുന്നു? ഇപ്പൊ നമ്മൾ ചോദിക്കും, കഴിച്ചിട്ടല്ലയോ വന്നേ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്നില്ല. എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു വെളിപ്പാടുണ്ട് കേട്ടോ. 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തൊന്ന് ചിന്തിച്ച് അതിനകത്തൊരു അതിശോക്തിയില്ല. 76 കൊടുത്തു, അതിശോക്തിയില്ല. 80 കൊടുത്തു, അതിശോക്തിയില്ല. 99-ാമത്തെ വയസ്സിൽ വന്ന തമ്പുരാന്റെ വിശപ്പ് മാറ്റാൻ, ഏറ്റവും നല്ലതിനെ അറുത്തു കൊടുക്കാൻ അബ്രഹാം പറഞ്ഞതിന്റെ പിൻപിലെ വെളിപ്പാടെന്താന്ന് മനസ്സിലായോ? ഇതിനായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നതെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങെന്തെങ്കിലും തരുന്നതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ദൈവമേ, അങ്ങാണ് എൻ്റെ വിഷയം. അങ്ങെന്തെങ്കിലും തന്നതുകൊണ്ട് ഞാൻ അങ്ങയെ സേവിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്നതല്ല വിഷയം. തരുന്നോ തരാത്തതോ എന്റെ വിഷയമല്ല. എനിക്ക് അങ്ങേ ശുശ്രൂഷിക്കാൻ 99-ാമത്തെ വയസ്സിലും കൃപ തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഈ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആ ദൂത് ഞാൻ ആവർത്തിച്ചോർപ്പിക്കാം. പ്രാർത്ഥനയുടെ മറുപടി ജീവിതത്തിൽ ലഭിക്കുന്നതിന്റെ ആവേശമല്ല എൻ്റെ വിശ്വാസം. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതിരിക്കുമ്പോഴും, പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും, സൗഖ്യം കൊടുക്കാൻ പൗലോസിന് സാധ്യമല്ലാതിരുന്നപ്പോഴും താൻ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം എന്ന കപ്പൽ തകരുവാൻ അവൻ ഉയർന്നു വരുന്ന വെല്ലുവിളികളുടെ രീതി രൂപവും വ്യത്യാസമുള്ളതാണെന്ന്. എന്നിട്ട് പൗലോസ് പറഞ്ഞൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ 4:8 വാക്യം, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വിശ്വാസം കാത്തതിന്റെ ഫലം കിട്ടിയതല്ല, കിട്ടാനുള്ളതാ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദേമാസ് വിട്ടുപോയത്, എല്ലാവരും തന്നെ വിട്ടുപോയത്, ഒരു പുതപ്പ് പോലും എടുക്കാൻ ഇല്ലാതെ പോയത്, പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിക്കാതെ പോയത്, അങ്ങനെ ജീവിതത്തിൽ കിട്ടാതെ പോയ 1, 2, 3, 4 എന്ന ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ പൗലോസിന്റെ വിശ്വാസ ജീവിതത്തിൽ
വിശ്വാസത്തെ കാത്തിട്ടും നല്ലവർ പൊരുതിട്ടും ഓട്ടം തികച്ചിട്ടും കിട്ടാതെ പോയ ഒത്തിരി കാര്യങ്ങൾ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വാസം കാത്തതിന്റെ ഫലം വെളിപ്പെടുന്നത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് കിട്ടാൻ പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാ. പൗലോസ് തനിക്ക് വേണ്ടി ചോദിച്ച രണ്ട് കാര്യങ്ങൾ എന്നെ വളരെ വേദനിപ്പിച്ചതാ. ഒന്ന്, ജഡത്തിലെ ശൂലമെന്ന ആ ഒരു സൗഖ്യം തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ. പക്ഷേ താൻ ആഗ്രഹിച്ചതുപോലെ ജഡത്തിലെ ശൂലം മാറ്റിക്കൊടുത്ത ഒരു രോഗസൗഖ്യം തനിക്ക് ലഭിച്ചില്ല. കൃപ തന്ന് അതിനെ തികയ്ക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പെട്ടതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ആ സൗഖ്യം ഈ മനുഷ്യന് ലഭിച്ചില്ല. രണ്ടാമത്, കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന് അവൻ തണുപ്പിനെ അതിജീവിക്കുവാൻ ഒരു പുതപ്പ് ആഗ്രഹിച്ചിട്ട് ആ പുതപ്പ് തനിക്ക് ലഭിക്കാതെ പോയെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ, ഏതൊരു കുറ്റവാളിക്കും ഇവിടുത്തെ നീതിന്യായ കോടതി ഏതൊരു കുറ്റവാളിക്കും അവൻ ആഗ്രഹിക്കുന്നവന്റെ അവസാനത്തെ ആഗ്രഹത്തെ നിവർത്തിച്ചു കൊടുത്തിട്ടല്ലേ അവന് തൂക്കുകയറ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാലം മുഴുവനും വിശ്വാസം കാത്ത് പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിന്ന് ഓട്ടം തികച്ച നല്ലവർ പൊരുത് ആ ദൈവ മനുഷ്യന്റെ ജീവിതത്തിലെ അന്ത്യാഭിലാഷം പ്രാപിക്കാതെ പോകുമ്പോൾ നമുക്കൊന്ന് ചോദിക്കാം, പൗലോസേ, അങ്ങക്ക് ആശങ്കയില്ലേ? അങ്ങക്ക് പരിഭവമില്ലേ? പൗലോസ് പറയും, ആശങ്കയില്ല, പരിഭവമില്ല. കാര്യമെന്താ? ഞാൻ പോരാടിയതിൻ്റെയും വിശ്വാസം കാത്തതിൻ്റെയും ഫലം കിട്ടിയ വീടല്ല, കിട്ടിയ കാറല്ല, കിട്ടിയ നന്മയല്ല, കിട്ടാനുള്ളതാ. പ്രിയരെ, ഈ ഭൂമിയിൽ സ്വപ്നം കാണുന്നതെല്ലാം ഒരു പക്ഷെ ലഭിച്ചു കാണത്തില്ലായിരിക്കാം. എല്ലാവരും ധനവാന്മാരായിട്ടല്ല അവസാനിക്കുന്നേ. ചില ലാസർമാരും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ധനവാന്റെ നേരെ ഓപ്പോസിറ്റ്. ലാസർ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ധനവാന്റെ വീട്ടുമുറ്റത്ത് കിടക്കേണ്ടി വന്ന ഗതികേട് തനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലായ്മയോ വിശ്വാസത്തിന്റെ പരാജയമോ അല്ലെന്ന് തൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ദൂതന്മാർ കൊണ്ടെത്തിച്ച ഭാഗം വായിച്ചാൽ നമുക്കും മനസ്സിലാകത്തില്ലേ? വിശ്വാസത്തിന് വേണ്ടി പോരാടിയിട്ട് ഇവിടെ എന്ത് കിട്ടി എന്നതല്ല വിഷയം. വിശ്വാസത്തിന് വേണ്ടി പോരാടിയതിൻ്റെ ഫലം കിട്ടാനുള്ളതാണെന്ന്. മനുഷ്യ ജീവിതത്തിലെ രണ്ട് നേട്ടങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, മരണത്തിന് ഇപ്പുറമുള്ള ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾ. അതൊക്കെ ഐഹികമായി നിൽക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള നേട്ടങ്ങളുണ്ട്. അതെല്ലാം ആത്മീക വിഷയവുമായി ബന്ധപ്പെട്ടു നിൽക്കുകയാ. ഐഹിക ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതുപോലെ ലഭിക്കാതെ പോയ ദൈവത്തിന്റെ മനുഷ്യൻ പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തികച്ചും പരാജിതനായിരുന്നു എന്നല്ല, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ജയാളിയായിരുന്നു എന്ന കാര്യം. ഇനി എനിക്ക് നീതിയുടെ കിരീടം അവൻ വെച്ചിരിക്കുന്നു.